സെക്ടേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ DMT 500D സ്റ്റീൽ ബാർസ്. കൊച്ചി മംഗലാപുരം വാതക പൈപ്പ് ലൈൻ പദ്ധതിക്ക് വഴി തെളിയുന്നു. മുഖ്യമന്ത്രി പെട്രോനെറ്റ് MDയുമായി ചർച്ച നടത്തി. കാലതാമസം നീക്കുമെന്ന് പിണറായി വിജയന്റെ ഉറപ്പ്. 2 വർഷത്തിനകം പൈപ്പ് ലൈൻ സ്ഥാപിക്കുമെന്ന് പെട്രോനെറ്റ്. അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടി കാട് നശിപ്പിക്കരുതെന്ന് CPI മുഖപത്രം. തർക്കമില്ലെന്ന് EP ജയരാജൻ. VS അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്കുള്ള പദവി നൽകാൻ CPI-MP ബിയിൽ ധാരണ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് രാഷ്ട്രീയ ലൈനിന് വിരുദ്ധമെന്ന വിലയിരുത്തൽ. CC തുടർ നടപടിയെടുക്കും. കോൺഗ്രസിൽ ഇനി പുതിയ അധ്യായമെന്ന് പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകണമെന്ന നിലപാട് താൻ കഴിഞ്ഞ തവണ എടുത്തു. ഞാൻ സ്വയം തീരുമാനിച്ചു ഉമ്മൻചാണ്ടി തന്നെയാണ് 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി ആകണം. ഞാൻ അതിലില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഗ്രേസായി ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഗ്രൂപ്പ് കളിയുടെ കാലം കഴിഞ്ഞുവെന്നും ചെന്നിത്തല. ജിഷ കൊലക്കേസിൽ ഇപ്പോൾ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസ് കൈമാറുന്നത് അനുചിതം. ഇരയുടെ പേര് മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നതിൽ കോടതിക്ക് ഉത്കണ്ഠ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് കൈമാറി. കോഴിക്കോട് തിരുവണ്ണൂരിൽ സ്കൂൾ പൂട്ടാനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. തൃശൂർ കിരാലൂർ LP സ്കൂൾ അടച്ചുപൂട്ടി. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ അപ്പീൽ. LNG പൈപ്പ് ലൈൻ പദ്ധതിയിലെ കാലതാമസം നീക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയതായി പെട്രോനെറ്റ് MD പ്രഭാത് സിംഗ്. ജൂലൈ അവസാനത്തോടെ കോൺട്രാക്ട് നടപടികൾ പൂർത്തിയാക്കും. 2 വർഷത്തിനകം പൈപ്പ് ലൈൻ സ്ഥാപിക്കുമെന്നും പെട്രോനെറ്റ് MD അറിയിച്ചു. കൊച്ചി, മാംഗ്ലൂർ, ബംഗളൂരു LNG പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിലെ കാലതാമസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പെട്രോനെറ്റ് MD പ്രഭാത് സിംഗ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. തടസ്സങ്ങൾ നീക്കി നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങൾ താല്പര്യപൂർവ്വം ലൈൻ വേണം തന്നെയാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടതായും കേരളത്തിലെത്തി തുടർ ചർച്ചകൾ നടത്തുമെന്നും പ്രഭാത് സിംഗ് അറിയിച്ചു. ഗെയിൽ നടപ്പാക്കുന്ന പൈപ്പ് ലൈൻ പദ്ധതിയുടെ കോൺട്രാക്ട് ജൂൺ അവസാനത്തോടെ അവാർഡ് ചെയ്യും. 2 വർഷത്തിനകം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കും. By June end or July beginning. So that's the effort we are looking at. And then beyond that it will take nearly 2 years time before the pipeline comes up. നിലവിൽ ഖത്തറിൽ നിന്നാണ് ഗ്യാസ് വാങ്ങുന്നത്. ഉടൻ ഓസ്ട്രേലിയ, അമേരിക്ക, റഷ്യ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാനാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതോടെ 4200 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കേരളത്തിലെ റീഗ്യാസ് ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. പരമാവധി ശേഷി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പ്രകൃതിവാതകം സംസ്ഥാനത്തിന് ലഭിക്കുമെന്നും പെട്രോനെറ്റ് MD വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. പുതിയ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് ശരിയോ? ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആനത്തലവട്ടം ആനന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി അംഗം, JR പത്മകുമാർ, BJP സംസ്ഥാന വക്താവ്, PK ഉസ്മാൻ, SDPI സംസ്ഥാന സെക്രട്ടറി, PM സാദിഖ് അലി, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ഹരീഷ് വാസുദേവൻ, പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി, ദേശീയപാതയുടെ വീതി 45 മീറ്ററായി വർദ്ധിപ്പിക്കൽ, പെട്രോനെറ്റിൻ്റെ LNG പൈപ്പ് ലൈൻ കാസർഗോഡ് കടന്ന് മംഗലാപുരം വരെ എത്തിക്കൽ, ഇതൊക്കെ വളരെ വിവാദമായ എതിർപ്പുകൾ നേരിടുന്ന പദ്ധതികളാണ്. സർക്കാരിൻ്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ തന്നെ ഈ പദ്ധതികൾ സംബന്ധിച്ച നിലപാട് പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇത് കേവലം വാചാടോപം എന്നതിനപ്പുറം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ, ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളായി കാണണോ? ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാനാകും എന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേരളത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പദ്ധതികളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ചുമ്മാ ആളുകളെ രസിപ്പിക്കാനോ ഏതെങ്കിലും ആളെ കബളിപ്പിക്കാനോ ഉള്ളതല്ല. കേരളത്തിൻ്റെ വികസനം ലക്ഷ്യമിടുന്ന, ആഗ്രഹിക്കുന്ന ഏത് പൗരനും മനസ്സിലാകും ഇവിടെ വൈദ്യുതിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ പ്രകൃതിവാത ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് എത്തിക്കുന്നതിന്, പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്നതിന് തുടങ്ങിവെച്ച പദ്ധതി ചില ആളുകളുടെ തടസ്സത്തിൻ്റെ ഫലമായി മാത്രം മുടങ്ങിക്കിടക്കുന്നതാണ്. ആ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് കടമ. അത് ചെയ്യുമെന്ന് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളത് കവിഞ്ഞ് അതിനെ ആക്ഷേപിക്കാൻ എന്താ ഉള്ളത്?
അല്ല, ഈ അതിൽ പറയുന്നതെല്ലാം ആക്ഷേപമല്ല തന്നെ ശ്രീ കേരളത്തിലെ ആനന്ദൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിന്റെ പദ്ധതികളാണ്. പ്രായോഗിക ആ വശത്തിലേക്ക് പദ്ധതി കടക്കുമ്പോഴുള്ള ജനങ്ങൾ- ബുദ്ധിമുട്ടുകൾ, ദുസ്സഹമായ സാഹചര്യമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ എതിർപ്പ് ഉണ്ട്, പ്രാദേശികമായ എതിർപ്പുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതികൾ നടപ്പാക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. 7 ജില്ലകളിലൂടെ കടന്നു പോകുന്ന വാതക പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ ഓരോരോ പ്രദേശത്തും എവിടെയാണോ സർവേ നടന്നിട്ടുള്ളത് അവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിൽ ആ നാട്ടുകാർക്ക്, ആദിവാസി വിഭാഗങ്ങൾക്കടക്കം ശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും വിശ്വാസം നേടാതെ, പൂർണ്ണമായ സമവായത്തിലെത്താതെ ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഏകപക്ഷീയമായ ഒരു പദ്ധതി നടത്തിപ്പ് കേരളം പോലൊരു സംസ്ഥാനത്ത് സാധ്യമാണോ? ഈ ഏകപക്ഷീയമായ പദ്ധതി നടത്തിപ്പെന്ന് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ പറഞ്ഞില്ലല്ലോ. ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ ജനകീയ പദ്ധതികൾ നടപ്പാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിന് ജനങ്ങളുടെ പങ്കാളിത്തം വേണം, ജനങ്ങളുടെ സഹായം വേണം, സഹകരണം വേണം. ആ ജനങ്ങളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടി തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഏതെങ്കിലും 1-2 വ്യക്തികളോ സംഘടനകളോ എതിർപ്പ് ഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് താല്പര്യമുള്ളതാണ്, ജനങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ അത് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകും. ഏതെങ്കിലും വ്യക്തികൾ തടസ്സം പറഞ്ഞു, എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് മുടക്കുന്ന പണി ഉണ്ടാവില്ല. റൈറ്റ്, അതാണ് ഇക്കാര്യത്തിൽ CPIM പറയാനുള്ളത്. ശ്രീ JR പത്മകുമാർ, അങ്ങനെ ഉള്ള ഇച്ഛാശക്തി ഈ സർക്കാർ കാണിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയപ്പോൾ പ്രധാനമന്ത്രി കേരളത്തോടായി ആവശ്യപ്പെട്ട, സർക്കാരിനോടായി ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാതക പൈപ്പ് ലൈനിൻ്റെ പൂർത്തീകരണത്തിന് അനുഗുണമായ സമീപനം സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട മട്ടായിരുന്നു. ഭരണകക്ഷിയിലെ തന്നെ പ്രമുഖ കക്ഷികൾക്ക് അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നതുകൊണ്ട്, ശക്തമായ പ്രാദേശിക വികാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സർക്കാരിന് അത്തരം ഘടകങ്ങളെയൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ അത്തരം ഘടകങ്ങളെയൊക്കെ അവഗണിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അല്ല, പൊതുവിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2-3 ദിവസമായിട്ട് എടുത്തിട്ടുള്ള നടപടികൾ, നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ നാടിൻ്റെ വികസനത്തിന് കഴിഞ്ഞകാല അവരുടെ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് വികസനത്തിനോടൊപ്പം നിൽക്കണം. അതാണ് സ്ഥായിയായി ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതിൽ ചിലത് കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടത്, പിന്നെ ആതിരപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ടത്, മുല്ലപ്പെരിയാർ, ഇങ്ങനെ ഇത് 3 വിഷയവും 3 രീതിയിലായിരിക്കണം നമ്മൾ അത് നോക്കി കാണേണ്ടത്. ഇപ്പോൾ ഗെയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നമുക്ക് എറണാകുളം മുതൽ മംഗലാപുരം വരെയുള്ള 500 കിലോമീറ്റർ ദൂരത്തിൽ ഈ പൈപ്പ് ലൈൻ ഇട്ട് 7 ജില്ലകളെ പ്രധാനമായിട്ട് പാചകവാതകം വിതരണം ചെയ്യുന്നതിന് വളരെ ചിലവ് കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പദ്ധതി. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 5000 കോടി രൂപ ചിലവാക്കി കൊച്ചിയിലെ ടെർമിനൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം UPA ഗവൺമെൻറ്റും ഈ കേരളത്തിലെ ഗവൺമെൻറ്റും ചില എതിർപ്പുകൾ വന്ന സമയത്ത് അവരെ ബോധ്യപ്പെടുത്താൻ ജനങ്ങൾക്കുണ്ടായ ആശങ്കയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടും അതിനുശേഷമുള്ള അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ആശങ്കയുണ്ട്. ആ ആശങ്ക സ്ഥാനത്ത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെ അവരെ ബോധ്യപ്പെടുത്തി ആ പദ്ധതിയെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ, ജനങ്ങൾക്ക് ദോഷമല്ലാത്ത രീതിയിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേന്ദ്രത്തിലുണ്ടായില്ല, സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ UDF ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അവർ ചെയ്ത നിലപാടെന്ന് പറഞ്ഞാൽ ഈ 5000 കോടി രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ടെർമിനലിനെ വിദേശ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തു. ആ സമയത്താണ് NDA ഗവൺമെൻറ് വരുന്നത്. NDA ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടാണ് UDF ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഗുണകരമായൊരു പദ്ധതിയാണ് എന്ന് നിലപാടെടുത്ത് അവർ പിന്നെ നിർത്തിവെച്ച പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ സമയത്താണ് ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നിട്ടുള്ളത്. LDF ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി, പത്മകുമാർ പറഞ്ഞത് മാതിരി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന അംശത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം അടിവരയിട്ട് കാണണം. ശ്രീ PM സാദിഖ് അലി, അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, അതേമാതിരി തന്നെ ഗെയിലിൻ്റെ വാതക പൈപ്പ് ലൈനും അനുവദിക്കാൻ പോകുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായാൽ, താങ്കൾ അങ്ങനെ ഏതാണ്ട് സമാനമായി വായിക്കാവുന്ന തരത്തിലൊരു പ്രസ്താവന നടത്തിയതായി ഞാൻ കണ്ടു. എങ്ങനെയാണ് അതൊരു ജനാധിപത്യ മര്യാദയാകുന്നത്? ഒരു സർക്കാരിനെ സംബന്ധിച്ച്
ജനോപകാരപ്രദമായ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പാക്കണമല്ലോ. അതിന് പൂർണ്ണമായും 100% വാതിലടച്ചുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് നിലപാടെടുക്കുന്നത് ശരിയാണോ? അതാണോ പ്രതിപക്ഷ ധർമ്മം? സാദിഖലി, ഒരു നിലപാടും യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ ധൃതി പിടിച്ച് കേരളത്തിലെ പുതിയ സർക്കാർ, അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ നടത്തിയ ചില പ്രസ്താവനകൾ, അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, അതിരപ്പള്ളി പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അതിരപ്പള്ളി പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ അവിടെ ആ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്, ദോഷമെന്തെന്ന് ജനങ്ങളോട് വിശദീകരിക്കാനോ അതല്ലെങ്കിൽ പൊടുന്നനെ ആ പദ്ധതിയുമായി പൊടിതെറ്റി വരുന്നതിലുള്ള അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അതിരപ്പള്ളി പദ്ധതി കേരളത്തിന് ഗുണകരമാണ്, കേരളത്തിന്റെ പൊതുവികസനത്തിന് ആവശ്യമാണ് എന്നതാണ് വൈദ്യുത മന്ത്രി അടക്കം പറയുന്നത്. ഏത് അർത്ഥത്തിലാണ് അത് വളരെ കേരളത്തിന് ഗുണകരമാകുന്നത്? അല്ല, ഇതിൽ ശ്രീ സാദിഖലി, UDF സർക്കാരിന്റെ കാലത്തെ വൈദ്യുത മന്ത്രിക്കും ഇതേ നിലപാടായിരുന്നു, അതിന് മുൻപുള്ള വൈദ്യുത മന്ത്രിക്കും ഇതേ നിലപാടായിരുന്നു. ഇത് പതിറ്റാണ്ടുകളായി കേരളം ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്, ഇതൊരു പുതിയ വിഷയമേ അല്ല. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിക്ക് ശ്രമിക്കുന്നു. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സർക്കാരിന് അനുകൂലമായ സമീപനം സ്വീകരിക്കാനല്ലേ പറ്റൂ. ഇതൊരു പുതിയ സംഗതിയാണ് എന്ന മട്ടിൽ പറയുന്നത് എങ്ങനെ? അങ്ങനെയല്ല. കഴിഞ്ഞ സർക്കാർ ഒരു ഏകപക്ഷീയമായ തീരുമാനം അതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതിരപ്പള്ളി പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന ഒരു നിലപാടിലേക്ക് കഴിഞ്ഞ സർക്കാർ പോയിട്ടില്ല. എതിർപ്പുകൾ വ്യാപകമായിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരുടെയും മറ്റ് ജനകീയ പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഞാൻ പൂർണ്ണമായും കഴിഞ്ഞ സർക്കാരിനെ ന്യായീകരിക്കാനല്ല ഈ പറയുന്നത്. അതിരപ്പള്ളി പദ്ധതിയുടെ കേരളത്തിന് ഇനി പുതിയ ഡാമുകൾ, വലിയ വൻകിട അണക്കെട്ട് പദ്ധതികൾ എത്രമാത്രം പ്രായോഗികമാണ്, കേരളത്തിന് അതിന് ഗുണകരമാണോ, റിന്യൂവബിൾ എനർജിയെ കുറിച്ചുള്ള വലിയ ചർച്ച ലോകത്ത് നടക്കുമ്പോൾ ഇത്തരം പഴയ വെറും അഴിമതി മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള, നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഇത്തരം പദ്ധതികൾ കേരളത്തിന് ഗുണകരമാണോ? ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തേത്, ഗെയിൽ പദ്ധതി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഗെയിൽ പദ്ധതി ജനങ്ങളുടെ ഭയാശങ്കകൾ ദൂരീകരിക്കാതെ 2 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രഖ്യാപനമല്ല അത് നേരത്തെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഈ രീതിയിൽ പ്രഖ്യാപിച്ചപ്പോൾ വലിയ എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാർ ജനങ്ങളുടെ അഭിലാഷം ഭരിച്ചത് അല്ല, അത് തീർച്ചയായും ജനങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ നടപ്പാക്കാൻ പറ്റില്ല. എനിക്കതിൽ ചോദ്യങ്ങളുണ്ട്. താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ PK ഉസ്മാൻ, SDPI, വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികളാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ വലിയ തോതിൽ ആളുകളെ ഇളക്കുന്നതും പ്രക്ഷോഭം നയിക്കുന്നതും ഒക്കെ. 5000 കോടിയുടെ ടെർമിനൽ പുതുവൈപ്പിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് പക്ഷേ വാതക നീക്കം നടത്താനുള്ള പൈപ്പ് ലൈൻ ഇടാൻ പറ്റുന്നില്ല. പെട്രോനെറ്റിന് 700 കോടിയുടെ നഷ്ടം ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മൾ തമിഴ്നാടിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല ബസ്സുകളും മിസ്സാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇനി 2 വർഷം കൊണ്ടെങ്കിലും ഈ പൈപ്പ് ലൈൻ ഇടൽ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ആശങ്കകൾ അതിലൊരു ഏകോപനം ഉണ്ടാക്കി സർക്കാരിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നാണ് SDPI ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷ അതിന് പരിഗണന കൊടുത്തുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രൊജക്റ്റിന് SDPI എതിരല്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് SDPI എതിരാണ് എന്ന അർത്ഥത്തിൽ എവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയൊരു പദ്ധതി, അതിനുശേഷം UDF സർക്കാർ വന്നു, വീണ്ടും LDF സർക്കാർ വരുന്നു. ഈ 10 വർഷത്തോളം എടുത്തിട്ടും ഈ ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്ന വഴികളിലുള്ള ജനങ്ങളെ, അതിൻ്റെ ഇരകളെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ, ഇതിൻ്റെ ഗുണങ്ങൾ ഇന്നതാണ്, നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാവില്ല, അപകടമുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഗെയിലോ ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലൂടെയും ഈ മേഖലയിലൂടെ ഇരകളെ കണ്ട് സംസാരിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്ക് അതിൻ്റെ സ്ഥലം എടുക്കുന്നത് പോലും പല ആളുകളും അറിഞ്ഞിട്ടില്ല. പലരോടും പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈപ്പിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് അല്ല, ഇതിൽ ശ്രീ ഉസ്മാൻ ഒന്ന് ഈ ഇരകൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമ്പോൾ തന്നെ ആളുകളെ എന്തോ പുറന്തള്ളാനുള്ള ഒരു പദ്ധതിയാണെന്ന പ്രതീതി വരുന്നുണ്ട്. ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി നടക്കുകയുമില്ല. ഇവിടെ എന്താണ് വേണ്ടത്? ഭൂമിയുടെ ഉടമസ്ഥാവകാശം പോലും കൊടുക്കേണ്ടതില്ല. ഭൂമിക്കടിയിലൂടെ ഒരു ലോഹക്കുഴൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ 10 മീറ്റർ വീതിയിൽ സ്ഥലം ലഭ്യമാക്കണം. അതിന് ആ മാർക്കറ്റ് വിലയുടെ 30% അങ്ങോട്ടേക്ക് ഈ സ്ഥലമുടമ ആരാണോ അയാൾക്ക് കിട്ടുകയും ചെയ്യും. അയാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇനി കൃഷിയും ചെയ്യാം. കെട്ടിടം വയ്ക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവത്തിനെ നമ്മുടെയൊക്കെ പറമ്പുകളിലൂടെ എന്തോ വലിയൊരു ബോംബ് പോവുകയാണ്, നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ ഏത് നിമിഷവും ഒരു തീക്കുണ്ടമായി മാറാമെന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായും സംഘടിക്കും, സർവേക്ക് വരുന്ന ആളുകളെ തടയും. ഒരു കാലത്തും ഈ പദ്ധതി നടക്കുകയുമില്ല. താങ്കൾ ആദ്യം സൂചിപ്പിച്ചല്ലോ ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനം എന്നുള്ളത്. ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ? ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം എന്നുള്ള നിലക്കാണ് ഈ ജനങ്ങളുടെ ജീവനിൽ ആശങ്കയുണ്ട്. ആന്ധ്രാപ്രദേശിലെ നാഗാരം ഗ്രാമത്തിൽ ഗെയിലിൻ്റെ തന്നെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് 19 പേരാണ് മണിക്കൂറുകൾക്ക് മരിച്ചിട്ടുള്ളത്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആ തീ പടർന്നു പിടിച്ചു. അത് ജനസാന്ദ്രത കൂടുതലുള്ള കേരളം ഒരു പ്രദേശത്ത്, അത് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാടോ കോഴിക്കോട് ജില്ലയിലോ ജനവാസ കേന്ദ്ര പ്രദേശത്ത് ഈ ഒരു അപകടം ഉണ്ടായാൽ അതിന് എന്ത് മറുപടിയാണ് നമ്മൾ നൽകുക? പക്ഷെ അതേസമയം തന്നെ ഈ പൈപ്പ് ലൈൻ വേണ്ടെന്ന് അവിടുത്തെ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു കൃഷി ചെയ്യാം. ഏതുതരം കൃഷി? വേരിറങ്ങാത്ത കൃഷി. അതിന് കാവൽ നിൽക്കണം. ആ പൈപ്പ് ലൈനിന് അത് ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ, എങ്കിലും അത് പൊട്ടിയാൽ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് ആ സ്ഥലമുടമ സ്ഥാപിക്കണം. ഈ പ്രചരിപ്പിക്കുന്ന ആശങ്കയല്ലേ? 2.5 മീറ്റർ ആഴത്തിൽ ഭൂമിക്കടിയിലൂടെയാണ് ഈ ലോഹക്കുഴൽ പോകുന്നത്. ഗെയിലിനെ സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിശദീകരണങ്ങളൊക്കെ അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ 18 സംസ്ഥാനങ്ങളിലൂടെ ഗെയിലിൻ്റെ ഈ വാതക പൈപ്പ് ലൈൻ പോകുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദനോട് ചോദിക്കാനുള്ളത്, ശ്രീ ആനത്തലവട്ടം ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വളപ്പിൽ കൂടി ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്ക ഇനി എത്രയൊക്കെ വിശദീകരിച്ചാലും വലുതാണ്. അപ്പോൾ 100% അവരെ വിശ്വാസത്തിലെടുക്കണം. എതിർപ്പുകളെ ഏതെങ്കിലും വികസന മുടക്കുകളുടെ എതിർപ്പുകളായി കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ. കാരണം ഇതിന് നേരിട്ട് സ്ഥലം കൊടുക്കേണ്ട ആളുകളെ മുഴുവൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ലേ ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കൂ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ 2 വർഷത്തിൻ്റെ ടൈം ലൈൻ എങ്ങനെ ശരിയാകും? ഒരപകടവുമില്ല എന്ന് അവരെ ബോധിപ്പിക്കുക മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഇപ്പോൾ 10 സെൻറ്റും 20 സെൻറ്റും ഒക്കെയുള്ള ആളുകളുണ്ടാകും, അതിനേക്കാൾ കുറഞ്ഞ സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുണ്ടാകും. അവർക്കൊക്കെ ലഭിക്കുന്ന നഷ്ടപരിഹാരം എന്നുള്ളത് തുച്ഛമാണോ അതോ മതിയായതാണോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെയൊക്കെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടില്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ? വികസനം സംബന്ധിച്ച് ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും അതിൻ്റെ ഫലമായി അതിന് സ്ഥലം നൽകുന്നവർ, കെട്ടിടം നഷ്ടപ്പെടുന്നവർ, തൊഴിൽ നഷ്ടപ്പെടുന്നവർ, അവരെയൊക്കെ മാന്യമായി സംരക്ഷിക്കുന്ന വ്യവസ്ഥകളോട് കൂടിയേ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പാക്കും. വികസനത്തിന് വേണ്ടി അവിടെ കിടക്കുന്നവനെ കുടിയൊഴിപ്പിക്കുക, അവൻ പോയി തെരുവിൽ കിടന്നുറങ്ങിക്കൊള്ളുക, വല്ലവനും വല്ല കച്ചവടം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ അവനെ എല്ലാം പടിയിറക്കുക, അവൻ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുക. അവിടെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരനാണെങ്കിൽ അവൻ്റെ കൃഷി നശിപ്പിച്ചിട്ട് അവന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് സ്ഥലം നൽകാതിരിക്കുക. ഈ പരിപാടിയൊന്നും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനുള്ളതല്ല. ജനങ്ങളുടെ താല്പര്യത്തിന്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വികസനം. ആ ജനങ്ങളിൽ ഈ ഒഴിപ്പിക്കപ്പെടുന്ന പ്രദേശത്തുള്ളവരും ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നവരുമൊക്കെ ആ ജനങ്ങളിൽ പെടും. അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഈ ഗെയിലിൻ്റെത് മാത്രമല്ല ഏത് വികസന പ്രവർത്തനവും ഭാവിയിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കൂ. ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി അപ്പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ട് വേറെ എവിടെയെങ്കിലും ഉള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നൽകാൻ വേണ്ടി അവരെ കരുവാക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ ഉത്തമ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇത് നടപ്പാക്കൂ. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും 1-2 വ്യക്തികൾ എതിർക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുന്നത്, എൻ്റെ സ്നേഹിതൻ ഉസ്മാൻ അടക്കമുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. കപടമായി നിന്ന് ബോധ്യപ്പെടാതെ പദ്ധതി വന്നൂടാ എന്നുള്ള താല്പര്യത്തിൽ ആരെങ്കിലും മുടക്കാനാണ് നിൽക്കുന്നതെങ്കിൽ അതിന് മുമ്പിൽ സറണ്ടർ ചെയ്യുമില്ല ഗവൺമെൻറ്. അങ്ങനെ നിന്ന് പോയാൽ ഈ വികസനം നടക്കുകയുമില്ല. അതുകൊണ്ട് വികസനം അവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടുന്നവരും സ്ഥലം വിട്ടുകൊടുക്കുന്നവരും ആയ ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് വികസനം. അവരുടെയും കൂടി വികസനം ഇതിൻ്റെ ഭാഗമാകണം. ആ കാഴ്ചപ്പാടാണ് വികസനം സംബന്ധിച്ചുള്ളത്. ഗെയിലായാലും മറ്റേത് പദ്ധതിയായാലും ഗവൺമെൻറ് എടുക്കുന്ന സമീപനം അതായിരിക്കും.
റൈറ്റ്. ഇതിൽ ശ്രീ JR പത്മകുമാർ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കും എന്ന് പറയുന്നു. എങ്ങനെ ദൂരീകരിക്കും? ഇവിടെ PMB ആക്ടിൻ്റെ 7A ക്ലോസിൽ തന്നെ ജനവാസ മേഖലകളിലൂടെ ഇത്തരം പൈപ്പ് ലൈനുകൾ അല്ലെങ്കിൽ ഈ സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ കൊണ്ടുപോകരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത്, നല്ല ജനസാന്ദ്രതയുള്ള കേരളം പോലൊരു സംസ്ഥാനത്ത് അത് പ്രായോഗികാർത്ഥത്തിൽ നടപ്പാവുകയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാകുമായിരിക്കും. അതുകൊണ്ട് കേരളത്തെ എപ്പോഴും ഒരു സ്പെസിഫിക് കേസായി കാണണം. മറ്റ് സംസ്ഥാനങ്ങളിൽ മാർക്കറ്റ് വിലയുടെ 10% ഗെയിൽ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 30% കൊടുക്കും എന്ന് പറയുന്നു. പക്ഷേ ആ 30% മതിയാകുമോ? കേരളം പോലെ ഇത്രയും കൂടിയ ജനസാന്ദ്രതയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടി ആളുകളുടെ ഉപജീവന മാർഗത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ പൈപ്പ് ലൈൻ കടന്നുപോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ മാത്രം അക്കാര്യത്തിൽ ഒരു സമീപനം എടുത്താൽ മതിയോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളം സഹായിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ട സമീപനമില്ലേ? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം, ഗെയിൽ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട കുറെ കൂടി ഉദാരമായ കാഴ്ചപ്പാടുകളില്ലേ? ഇതൊക്കെ ഉണ്ടാവാതെ ഈ പദ്ധതി സാധ്യമാകുമോ? അല്ല, കേന്ദ്രം സഹായിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കേന്ദ്രവും സംസ്ഥാനവും നമ്മുടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായും ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കണം. അതിൽ കേന്ദ്രം സഹായിക്കില്ലെന്ന് പറഞ്ഞില്ല. കേരളത്തിലെ ഏതെങ്കിലും എല്ലാ പ്രദേശത്തും ജനസാന്ദ്രത കൂടിപ്പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കടന്നു പോകുന്ന ഏതെങ്കിലും സ്ഥലത്ത് ആ പ്രശ്നമുണ്ടെങ്കിൽ അതിന് മതിയായ പ്രിക്കോഷൻ എടുക്കണം. അതാരും എടുക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നത് പഴയ കേബിൾ ലൈൻ ഇടും പോലെയും വാട്ടർ പൈപ്പ് ഇടും പോലെയാണ് ഇതിടുന്നത് എന്നുള്ള ധാരണ വെച്ചുകൊണ്ടാണ്. ടെക്നോളജി വളർന്നില്ലേ? എന്തെല്ലാം മെത്തേഡ് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഏതെങ്കിലും അപകടം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് വാൽവ് അടയുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ പരീക്ഷിക്കാമെന്നുള്ളതിലുള്ളൂ. അതിലൊക്കെ ടെക്നോളജി വളർന്നിട്ടുണ്ടല്ലോ. നമുക്ക് ജനങ്ങൾക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ അത് നടപ്പിൽ വരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് ആവശ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മാത്രം അത് മാറി നിൽക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പുരോഗതി മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ നമ്മൾ ആലോചിച്ചു, ഇതിനേക്കാൾ ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു, അവർ വികസന പദ്ധതികളിൽ ഏർപ്പെടുന്നു, റോഡ് വെട്ടുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് ഗോവയിൽ തന്നെ എടുക്കാം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ടെടുത്താൽ കേരളത്തെക്കാൾ ജനസാന്ദ്രത കൂടിയ സ്ഥലമല്ലേ? എന്നുള്ള അവിടെ റോഡ് വികസനങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം വികസനം, ഈ അടിസ്ഥാന വികസനം ഉണ്ടെങ്കിലേ ഈ നമ്മുടെ സംസ്ഥാനം വളരൂ. ഇനി തൊഴിൽ ലഭ്യത കൂട്ടണമെങ്കിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണം. അതിൽ ഏറ്റവും വേണ്ടത് കണക്ടിവിറ്റിയാണ്. അതിലൊരു പ്രധാനപ്പെട്ട റോഡ് വികസനമാണ്. ആ റോഡ് വികസനമില്ലാതെ എന്ത് വികസനം ഉണ്ടാക്കിയാലും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉത്പാദന വർധന ഉണ്ടാക്കണമെങ്കിൽ സൗകര്യങ്ങൾ പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റോഡ് വികസനത്തിന് വരുന്ന തടസ്സവും ഈ സ്ഥലം ഏറ്റെടുപ്പിലെ പ്രശ്നങ്ങളും സ്ഥലം വിട്ടുകൊടുക്കാത്ത ആളുകളുടെ വളരെ ശക്തമായ പ്രതിരോധവുമൊക്കെയാണ്. ശ്രീ PM സാദിഖ് അലി, ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ചുകൊണ്ടേ ഈ പദ്ധതി നടപ്പാക്കാവൂ എന്ന് ഒരു നിലപാടെടുക്കുമ്പോൾ എങ്ങനെ ആശങ്ക ദൂരീകരിക്കും എന്നാണ് പറയുന്നത്? നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അത് ഒരു തരത്തിലും മുന്നോട്ട് പോകാതെ വന്നപ്പോൾ ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് എന്ന ഒരു ഘട്ടം പോലും ഒരു സമയത്ത് വന്നു. നോക്കൂ, ഈ വിഷയത്തെ ഒന്ന് ജ്വലിപ്പിച്ചു നിർത്താൻ ആളുകളുടെ പിന്തുണ വാങ്ങാൻ ചെറിയ ചില കക്ഷികൾ ശ്രമിക്കുന്ന വേളയിൽ അവർ ഇതിനെ മുതലെടുത്ത് ആളുകളെ ഞങ്ങളുടെ പക്കൽ അണിനിരത്തുകയാണോ എന്ന ഒരു ഭയാശങ്ക കൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾക്കും അങ്ങനെയുള്ള കക്ഷികൾ എടുക്കുന്ന നിലപാടുകൾക്ക് സമാനമായ നിലപാടെടുത്ത് ഞങ്ങൾ ഇതൊന്നും നടത്തില്ല എന്ന് പറയേണ്ടി വരികയാണോ? ഒരിക്കലുമല്ല. അത് വളരെ തമാശയാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. അവരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് വോട്ടിൽ തെളിഞ്ഞതാണ്. ഞങ്ങൾ ആ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് നോക്കിയിട്ടൊന്നുമല്ല ഞങ്ങൾ പൊതുവായ നിലപാടെടുക്കുന്നത്. നേരത്തെ ഗെയിൽ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചീഫ് സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഗെയിലിന്റെ കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള സർവേയാണ് നടന്നത്. ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളുമായി കഴിഞ്ഞ UDF സർക്കാർ മുന്നോട്ട് പോകുക തന്നെയായിരുന്നു. ഞാൻ പറയുന്നത്, ജനങ്ങൾ കൃത്യമായി ഭൂരിപക്ഷം നൽകിയ ഒരു സർക്കാർ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ആദ്യം കേൾക്കേണ്ട വാക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഡൽഹി യാത്ര തന്നെ സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. നേരത്തെ ചിന്താവാരികയിൽ ഗെയിൽ എന്ന് പറയുന്നത് സ്വപ്ന പദ്ധതിയാണ് എന്ന് ലേഖനം എഴുതിയ ആളാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ. അതൊരു ഏകപക്ഷീയമായ നിലപാടാണ്. ജനങ്ങൾക്ക് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക. കഴിഞ്ഞ സർക്കാർ മൂലംപള്ളി പദ്ധതി ഇതിൽ ശ്രീ സാദിഖ് അലി, പുനരധിവാസ പാക്കേജ് നടപ്പാക്കില്ലെന്നോ ഈ
സ്ഥലം ആരുടെ സ്ഥലത്തുകൂടിയാണോ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ച കൃത്യമായൊരു പാക്കേജ് ഉണ്ടാകില്ല എന്നൊന്നും മുഖ്യമന്ത്രി അർത്ഥമാക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഈ ആശങ്കകൾ പെരുപ്പിച്ച് കാണുമ്പോൾ ഈ സിറ്റി ഗ്യാസ് പദ്ധതി UDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കാൻ തുടങ്ങിയല്ലോ. താങ്കളുടെ പാർട്ടിയുടെ നേതാവായ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കളമശ്ശേരി മണ്ഡലത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ അതിൻ്റെ ഭാഗമായി ഈ ദ്രവീകൃത പ്രകൃതിവാതകം വീട്ടിലെത്തുന്ന പൈപ്പ് നാച്ചുറൽ ഗ്യാസ് പദ്ധതി ഉണ്ടല്ലോ. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ ഇപ്പോൾ അടുപ്പ് പുകയുന്നത് ഈ പൈപ്പിൽ കൂടി വരുന്ന പ്രകൃതിവാതകം ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പിലാണ്. അങ്ങനെ ഇത് വിജയകരമായി നടപ്പാക്കിയ മാതൃക നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പൈപ്പിട്ട് ഗ്യാസ് കൊണ്ടുപോയാൽ ആകെ അപകടമാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, ആളുകളെ പേടിപ്പിക്കുന്ന ചിന്താഗതി. അതാദ്യം മാറ്റി വെച്ചിട്ടല്ലേ ചർച്ച നടത്താൻ പറ്റൂ. ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വന്നിട്ടില്ല. സിറ്റി ഗ്യാസ് പദ്ധതിയും മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്ന 6000 ടൺ പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന പദ്ധതിയും സമാനമാണ്, ഒരേ പൈപ്പ് ലൈൻ വാതക പദ്ധതിയാണ് എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. രണ്ടും രണ്ടാണ്. ഗെയിൽ പദ്ധതിയുമായി ജനങ്ങൾക്ക് ഒരു ബോംബ് തങ്ങൾ ജീവിക്കുന്നതിന്റെ മേലെ പോകുന്നു എന്നൊരു പ്രതീതി അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. തീർച്ചയായും ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവർക്ക് കൂടി അംഗീകരിക്കാവുന്ന രീതിയിൽ, ഞാൻ അതാണ് മൂലമ്പള്ളിയുടെ കാര്യം പറഞ്ഞത്. മൂലമ്പള്ളി ഒരു മാതൃകാ പദ്ധതിയാണ്. ഒരു പുനരധിവാസ പദ്ധതി ഏത് രീതിയിൽ മാതൃകാപരമായി നടത്താമെന്ന് മൂലമ്പള്ളി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയിൽ UDF സർക്കാർ കാണിച്ചു വന്ന് തന്നിട്ടുണ്ട്. UDF സർക്കാരിന് എല്ലാത്തിലും പഴിചാരുമ്പോൾ UDF സർക്കാർ ചെയ്ത നല്ല മാതൃക സ്വീകരിക്കുന്നതിൽ നാണക്കേടുണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മാതൃകയായി സ്വീകരിച്ച് ജനങ്ങളുടെ കൂടെ സമവായത്തോടു കൂടെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുക. അതല്ലെങ്കിൽ ജനപക്ഷത്ത് നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, ജനപക്ഷത്ത് നിൽക്കേണ്ട ഒരു സംഘടനയിൽ യൂത്ത് ലീഗിനെ പോലെയുള്ള സംഘടന മുന്നോട്ട് വരും. അത് മാത്രമാണ് ഞങ്ങൾ അതാണ് താങ്കൾ അർത്ഥമാക്കുന്നത്. ശ്രീ ഉസ്മാൻ, നോക്കൂ, 2.5 മീറ്റർ ആഴത്തിലാണ് ഈ 2.5 അടി വ്യാസമുള്ള പൈപ്പ് കടന്നു പോകുന്നത്. റീഗ്യാസിഫൈഡ് LNG ആണ് അതിലൂടെ പ്രവഹിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇനി ലീക്ക് ഉണ്ടായി എന്ന് കരുതുക, അപ്പോൾ തന്നെ ആ വാതക പ്രവാഹം ഓട്ടോമാറ്റിക്കായി നിൽക്കും. വാതകം പുറത്തേക്ക് പോകാനുള്ള വാൽവുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പൈപ്പുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ജോയിൻറ്റുകളിൽ 7 പാളികളിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ കറ തീർന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഗെയിൽ വിശദീകരിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമായി നടപ്പാക്കുന്ന പദ്ധതിയും അല്ലല്ലോ. കോടതികളും ഇക്കാര്യത്തിൽ ഗെയിലിന് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ഏറ്റവും അടുത്ത നാളുകളിൽ എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. ഇങ്ങനെ ഇരിക്കെ ഈ ജനങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ വളപ്പുകളിൽ ഒരു ബോംബ് കുഴിച്ചിടുന്നത് മാതിരിയാണ് ഈ പദ്ധതി എന്ന് പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ഭയാശങ്ക വളരെ വളരെ വലുതല്ലേ? അത്തരം പ്രചാരണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണ്ടേ എല്ലാവരും? ഈ ജനങ്ങളുടെ വീട്ടിൽ പറമ്പിൽ ഈ ബോംബ് കൊണ്ടിട്ട് വെക്കുന്നത് പോലെ പ്രചരണമാണ് നടത്തുന്നത് എന്ന് അതാരാണ് നടത്തുന്നതെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ 1.5 മീറ്റർ 2.5 മീറ്റർ ആഴത്തിൽ എന്ന് പറയും. അതിൻ്റെ റൈറ്റിലേക്ക് 3 മീറ്ററും അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരുവശങ്ങളിലേക്കും 3 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കാൻ സാധിക്കില്ല. അപ്പോൾ 6 മീറ്റർ ഉപയോഗപ്പെടാതെ പോവാണ് സാറ് ജനങ്ങൾക്ക്. പിന്നെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്ന സേഫ്റ്റി വാൽവ് അത് എത്ര മീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത്? ആ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാസ് ലീക്കായി പോവുക എന്നല്ലാതെ അതും ഓട്ടോമാറ്റിക്കാണെന്നല്ല. പിന്നെ ഗെയിലിൻ്റെ പ്രൊജക്റ്റിൽ പറയുന്ന അനുസരിച്ചിട്ട് അത് മാനുവലായിട്ട് നമ്മൾ പോയിട്ട് പൂട്ടിയിടണം. പക്ഷെ ഇത് ഗെയിൽ പറയും ഈ സുരക്ഷാ മാനദണ്ഡം എന്ത് ഗെയിലിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ജനങ്ങൾ സമരമായിട്ട് നടക്കുമ്പോൾ ഗെയിലിൻ്റെ ഹിയറിങ്ങിന് ജനങ്ങൾ പോയിട്ട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഗെയിലിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ ഇതാണ് പറയുന്നത്, ഇത് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ സുഹൃത്ത് സാദിഖലി പറഞ്ഞല്ലോ രഹസ്യമായിട്ട് സർവേ നടത്തുന്നു എന്ന്. UDF സർക്കാർ ഭരിക്കും മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അവരുടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രൊജക്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ജനങ്ങൾ അറിയാതെ ജനങ്ങളോട് പറയാതെ മേലെ തട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ അതല്ലെങ്കിൽ മന്ത്രിമാർ ഇത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല? CPM-ന്റെ പ്രവർത്തകർ കണ്ണൂർ സമരത്തിലുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് സമരത്തിലുണ്ട്, പാലക്കാട് BJP-യുടെ പ്രവർത്തകർ സമരത്തിലുണ്ട്. ഈ ആളുകളെ പോലും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഗുണവശങ്ങൾ. അതുകൊണ്ട് എന്താണ് ഇത്? ആർക്കാണ്? സാധാരണ ജനങ്ങൾക്കാണോ ഗുണമുള്ളത്? ഓരോ വീട്ടിലേക്കും ഇതേപോലെ പൈപ്പ് ഗെയിൽ കൊടുക്കുന്നു. ഗെയിൽ അങ്ങനെ പറയുന്നില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയിട്ടുള്ള 16 സംസ്ഥാനങ്ങളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇപ്പം നേരത്തെ കളമശ്ശേരിയിൽ പറഞ്ഞത് കേരള ഗെയിലിൻ്റെ മറ്റൊരു കമ്പനിയാണ് അതിനുവേണ്ടി പണിയെടുക്കുന്നത്. അത് മുഴുവൻ ജില്ലകളിലും കൊടുക്കുമെന്ന് പറയുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ എതിർവാദങ്ങൾ ഉയരുക. ശ്രീ ആനത്തലവട്ടം എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളിലുമുള്ള എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങളെ ഇതൊക്കെ ബോധ്യപ്പെടുത്തണം, അവരെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ കടമ്പ. അങ്ങനെ അനായാസം അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ ഭൂമിയിൽ ഈ പൈപ്പ് ലൈനിന് അനുമതി കിട്ടിയാലേ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ. പിണറായി വിജയൻ
നേരത്തെ ശ്രീ സാദിഖ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ചിന്താവാരികയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ആ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാത്തത് എന്ന്. ശരി, അദ്ദേഹത്തിൻ്റെ സർക്കാർ വന്നിരിക്കുന്നു. അദ്ദേഹം ഇച്ഛാശക്തി എങ്ങനെയാണ് കാണിക്കാൻ പോവുക? ഈ ജനങ്ങളെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പോവുക? അതേ സംബന്ധിച്ചുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമല്ലേ സമയബന്ധിതമായി 2 വർഷം കൊണ്ട് ഞങ്ങളിത് തീർക്കും എന്ന് പറയാൻ സാധിക്കൂ? അത് 2 വർഷം കൊണ്ട് പദ്ധതി തീർക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി, ജനങ്ങളുടെ പേരിൽ സംസാരിക്കുന്നവരെയും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ജനങ്ങളെ മുഴുവൻ ശത്രുക്കളായി കണ്ടുകൊണ്ട് ആരെ എതിർത്താലും ഞാൻ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യത്തിന് നമ്മൾ വെറുതെ വിവാദം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? സംശയാലുക്കളെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പദ്ധതി നടത്തിപ്പുകാർക്കുണ്ട്. ആ പണി ചെയ്തേ ഇതെല്ലാം നടക്കുകയുള്ളൂ. 2 വർഷത്തിനെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ ആ പണി നടക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. ഇവിടെ ആ പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ ഫലം എവിടെയെങ്കിലും ഒരു പൈപ്പ് പൊട്ടി എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരാൾ മരത്തിൽ കയറി വീണെന്ന് കരുതിയിട്ട് പിറ്റേന്ന് ആരും മരത്തിൽ കയറാതിരിക്കുക. സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ട് ഈ ആധുനിക ശാസ്ത്ര യുഗത്തിൽ ഇതിങ്ങനെ പൊട്ടിയാൽ അതൾക്ക് മനസ്സിലാക്കാനും പൊട്ടാതിരിക്കുന്ന പൈപ്പിടാനും പന്തം പോലെ കത്താത്ത പൈപ്പിടാനും ഒക്കെ ശാസ്ത്രത്തിന് കഴിയണ്ടേ, സാങ്കേതിക വൈദഗ്ധ്യത്തിന് കഴിയണ്ടേ? അതൊക്കെ ചെയ്യുമെന്നാണ് ഗെയിലിൻ്റെ അതോറിറ്റി പറയുന്നത്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാതെ വിശ്വാസത്തിലെടുക്കാം തൽക്കാലം എന്നാണ് ആ കാര്യത്തിൽ താങ്കളുടെ നിലപാട്. തുടരുക. ശ്രീ ഹരീഷ് വാസുദേവൻ കൂടി ചർച്ചയിൽ. ശ്രീ ഹരീഷ് വാസുദേവൻ, ആദ്യത്തെ 5 ദിവസം കൊണ്ട് തന്നെ ഈ സർക്കാർ വിവാദ വിഷയങ്ങളിലടക്കം തുറന്ന നിലപാട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അത് അതിരപ്പള്ളിയുടെ കാര്യത്തിലാകട്ടെ, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലാകട്ടെ, ദേശീയപാത വീതി കൂട്ടുന്ന കാര്യത്തിലാകട്ടെ, കൂടംകുളത്ത് നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ലൈനിൻ്റെ തടസ്സങ്ങൾ നീക്കുന്ന കാര്യത്തിലാകട്ടെ, മറ്റ് വിവാദങ്ങളെയൊന്നും ഭയക്കാതെ വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഒരു ഇച്ഛാശക്തിയുടെ സൂചനയായി എടുക്കാമോ? ഇതിനെ ഇച്ഛാശക്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒന്ന്, ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ നടപ്പാക്കേണ്ടതെന്ന് ഈ ഇടതുപക്ഷ മുന്നണിയുടെ മുൻപിലുണ്ടായിരുന്ന വികസനത്തിൻ്റെ പ്രയോറിറ്റീസ് വേറെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ വികസനത്തിന് കൊണ്ടുവരുന്ന പ്രയോറിറ്റിയിൽ കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുടങ്ങിയ വൻകിട പ്രോജക്റ്റുകളായിരുന്നെങ്കിൽ, അതല്ലാതെ ഒരു ബദൽ ഈ വികസന നയമായിരുന്നു ജനങ്ങളത് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചതും. അതാണ് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചതും. അപ്പോൾ കേരളത്തിൽ പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള ഒരു വികസന നയം മുന്നോട്ട് വെച്ച് UDF സർക്കാരിനെ തൂത്തെറിഞ്ഞതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ പങ്കുവഹിച്ച കേരളത്തിലെ ജനകീയ സമരങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും അടങ്ങിയ ആളുകളുടെ സമരങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി, അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട്, പ്രത്യേകിച്ച് വോട്ടർമാരോട് ഓരോരുത്തരോടും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിന് ഒരു വോട്ട് എന്ന തരത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ശബ്ദത്തിൽ തന്നെ വോട്ടർമാരെ വിളിച്ച് വോട്ട് തേടി അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ അതിരപ്പള്ളി പോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് വരികയും പൂർണ്ണമായി ജനങ്ങളെ കണക്കിലെടുക്കാതെ, ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ, എന്തിന് ഇടതുപക്ഷ മുന്നണിയുടെ വികസന നയം നടപ്പാക്കാൻ വേണ്ടിയുള്ള പഠന കോൺഗ്രസിൻ്റെ പോലും ചിത്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. ക്യാബിനറ്റിൽ ചർച്ചയില്ല എന്ന് ശ്രീ VS സുനിൽകുമാറിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്, CPIയുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. LDFിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇന്ന് ശ്രീ ബിനോയ് വിശ്വം പറയുന്നു LDFിൻ്റെ നയമായിരിക്കില്ല ഇത്, CPIക്കും വ്യത്യസ്ത നിലപാടുണ്ടെന്ന് ശ്രീ കാനവും പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും 45 മീറ്ററിൽ റോഡ് വേണം എന്നുള്ള കാര്യം കേരളത്തിലെമ്പാടും ആവർത്തിച്ച് ചർച്ച ചെയ്ത് പലരും തള്ളിക്കളയുകയും 30 മീറ്ററിൽ നമ്മൾ റോഡ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം റോഡ് സ്ഥാപിച്ചെടുക്കുകയും അത് വയബിളാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തതാണ്. എന്തിന് കേരള ഹൈക്കോടതിയിൽ 2 കേസുകളിൽ അനുവദനീയമായ അളവിൽ 30 മീറ്ററിൽ ഇപ്പോൾ റോഡ് വീതി കൂട്ടുകയും അടിയന്തര സാഹചര്യം പരിശോധിച്ച് വീതി കൂട്ടുകയും 45 വേണോ വേണ്ടയോ എന്ന കാര്യം നമ്മൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്ന പ്രായോഗിക സമീപനത്തിലേക്ക് സർവകക്ഷി യോഗം വരെ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ പൊടുന്നനെ ശ്രീ പിണറായി വിജയന് വെളിപാടുണ്ടാകുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ പൊടുന്നനെ നിലപാടുകൾ മാറുന്നു. ഈ നിലപാട് മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ഇതിനേക്കാളൊക്കെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വീടില്ലാത്തവരുടെ കാര്യവും ഭൂമിയില്ലാത്തവരുടെ കാര്യവും പറഞ്ഞ് വോട്ട് തേടി അധികാരത്തിൽ വന്ന ആളുകൾ പെട്ടെന്ന് 500 കോടിയുടെയും 1000 കോടിയുടെയും പ്രോജക്റ്റുകളിലേക്ക് പോകുന്നത് ദൗർഭാഗ്യകരമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഒന്ന്, LDFിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്ന് എല്ലാവരും കൂടി ഒരു നയരൂപീകരണത്തിലെത്തിയിട്ടില്ല. എന്തിന് മന്ത്രിസഭയിൽ തന്നെ ഇക്കാര്യങ്ങളിലൊന്നും ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മളൊരു പൊതു സമവായം ഉണ്ടാക്കി നടപ്പാക്കേണ്ട പദ്ധതികളാണ് നേരത്തെ സൂചിപ്പിച്ചവയെല്ലാം.
മന്ത്രിസഭയിലോ LDFിലോ പോലും ചർച്ച നടക്കാതെ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക? അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ, വളരെ ഏകപക്ഷീയമായി ഞങ്ങൾ ഇതൊക്കെ നടപ്പാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് മറ്റ് വിമർശനങ്ങളെ ഒന്നും കൂസാതെ മറ്റ് വാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണോ? ദോഷരിക ദൃക്കുകൾക്ക് ഇങ്ങനെയെല്ലാം കാണാം. ഇവിടെ ഈ പദ്ധതികളെയൊക്കെ സംബന്ധിച്ച് LDFും ബന്ധപ്പെടുന്ന ഘടകങ്ങളും ചർച്ച ചെയ്താണ് പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പിനെ സംബന്ധിച്ച് ഓരോ പ്രസ്താവനകളൊക്കെ നടത്തി നിൽക്കാം. വേണ്ടപ്പെട്ട സമിതികളിൽ അതെല്ലാം ചർച്ച ചെയ്ത് യാഥാർത്ഥ്യമാക്കേണ്ടത് യാഥാർത്ഥ്യമാക്കാം. LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എടുക്കേണ്ടത്. അത് CPI ആയാലും CPM ആയാലും വേറെ ഘടകകക്ഷികളായാലും ആ നിലപാട് തന്നെയാണ് എടുത്ത് മുമ്പോട്ട് പോകണം. അതൊന്നും ട്വിസ്റ്റ് ചെയ്ത് അവർ തമ്മിലൊക്കെ വ്യത്യസ്ത അഭിപ്രായ മന്ത്രിക്കൊന്നും എടുക്കണ്ട. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 5 ദിവസത്തിനിടയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കാമോ? ഇത് കഴിഞ്ഞാൽ പറയും 5 വർഷം കാത്തിരുന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഇത് പ്രഖ്യാപിച്ചത്, നടപ്പാക്കാൻ ശ്രമിച്ചതെന്നായിരിക്കും പിന്നെ വിമർശനം. ഒരു ഗവൺമെൻറ് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചാൽ അത് ശരിയാണെന്ന് പറയുന്നതിന് പകരം അങ്ങനെ പെട്ടെന്ന് തിടുക്കടിയിൽ ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ പാടുണ്ടായിരുന്നോ എന്ന വിമർശനം കൊണ്ടുവരുന്നത് സതുദ്ദേശമാണ്. പരിസ്ഥിതിയെ ലംഘിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടേ പദ്ധതികൾ നടപ്പാക്കുമെന്ന് LDF പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളും. അതിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കുക, വീടില്ലാത്തവന് വീട് കൊടുക്കുക, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത് മാത്രമാണ് പദ്ധതി എന്ന് ഗവൺമെൻറ് നയത്തെയും കാഴ്ചപ്പാടിനെയും കുരുടൻ ആനയെ കാണുന്നത് പോലെ കാണുന്ന രീതിയും ശരിയല്ല. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വേഗത്തിലായിപ്പോയി എന്നതാണ് ദുഃഖമെങ്കിൽ ഒച്ചഴയുന്നവരെ പോയി 5-ാം വർഷമാകുമ്പോഴത്തേക്കും അപ്പോൾ തുടങ്ങുമ്പോൾ പറയും ഇതിനേക്കാൾ രൂക്ഷ വിമർശനമായിരിക്കും വരുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും പുതുതായി ഈ മന്ത്രിമാരാരും പറഞ്ഞിട്ടില്ല. അതിലെവിടെങ്കിലും തർക്കവും പ്രശ്നങ്ങളും വരുന്നെങ്കിൽ LDFും അതുപോലെ തന്നെ പരിസ്ഥിതിവാദികളും മറ്റു സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യും. എല്ലാവരുമായും ചർച്ച ചെയ്യുമെന്നാണ് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഭരണ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും പറയുന്നത്. ശ്രീ JR പത്മകുമാർ, വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കില്ല എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയാറുണ്ട് എങ്കിലും അത് നടപ്പാകാറില്ല. ഈ പദ്ധതികളൊക്കെ ഇനി അതിൻ്റെ നടപ്പാക്കൽ ഘട്ടത്തിലേക്ക് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധത്തിന് രാഷ്ട്രീയ പിന്തുണയും ഉണ്ടാകില്ലേ? എല്ലാം രാഷ്ട്രീയ വിവാദങ്ങളാകുന്ന ഒരു സംസ്ഥാനത്ത് ഇനിയിപ്പോൾ ഒരു സർക്കാർ ഇതൊക്കെ നടപ്പാക്കാൻ വിചാരിച്ചാലും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുമോ? അല്ല, ഈ പൊതുവിലെ ഒരു സർക്കാർ എടുക്കുന്ന വികസന പദ്ധതികളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പദ്ധതികളെയും കണ്ണടച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യവും അത് ആ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കണക്കാക്കി മാത്രമേ അതിന് പിന്തുണ കൊടുക്കാൻ പറ്റൂ. അതിൽ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും, വികസനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നൊരു തീരുമാനം, ഒരു മുൻവിധിയോടുകൂടി നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഗെയിലിൻ്റെ പ്രശ്നം വന്നപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടെടുത്തു. അതേസമയം ഈ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അതേ നിലപാട് തന്നെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഈ ഡാമുമായി ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി എടുത്തിട്ടുള്ള തീരുമാനം ഏകപക്ഷീയമാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ നിലപാടുകൾ വിരുദ്ധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വികസന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയും. അതുപോലെ ആതിരപ്പള്ളിയിൽ വരുമ്പോഴേക്കും അവിടെ അതിന് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. അത് ഘടകകക്ഷികൾക്കുണ്ടാവാം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകാം. നമ്മൾ പൊതുവായി നോക്കുന്നത് ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് പൊതുവിൽ അത് ജനോപകാരപ്രദമാണോ, ജനങ്ങൾക്ക് പരിസ്ഥിതിയെ കോട്ടം തട്ടുന്നതാണോ, അതിനെ വിലയിരുത്തിക്കൊണ്ട് വേണം ഒരു നിലപാടെടുക്കാൻ. ഇപ്പോൾ ആതിരപ്പള്ളി വരുമ്പോൾ ഇവരെ നിലപാട് എന്താണ്? ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിലപാടുകളിൽ പുതുമയൊന്നുമില്ലല്ലോ. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു എല്ലാ കാലത്തും CPIMന്റെ നിലപാട്. അവർ ഭരണത്തിലിരുന്ന വേളയിൽ 96 കാലഘട്ടത്തിലും 2006 കാലഘട്ടത്തിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നടപ്പാക്കുന്നു, അതിൽ പുതുമയില്ല. ദേശീയപാത 45 മീറ്റർ ആക്കണമെന്നുള്ള കാര്യത്തിൽ എല്ലാ പാർട്ടികൾക്കും സമവായ അഭിപ്രായമുള്ളതാണ്. പെട്രോനെറ്റിൻ്റെ പദ്ധതിയുടെ കാര്യത്തിലും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും യാതൊരു എതിർപ്പുമില്ല, പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടന്നൊരു നയരൂപീകരണം വരേണ്ട ഒരു പ്രശ്നവും ഇതിലില്ലല്ലോ. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊന്നും ഇപ്പം ഏറ്റവും ആദ്യം ചർച്ച ചെയ്ത 2 വിഷയങ്ങളിൽ അങ്ങനെയല്ല എന്ന് പറയാം. ഒന്ന് അതിരപ്പള്ളിയുടെ കാര്യം. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എല്ലാ കാലത്തും ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്.
അതിന് തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് CPI എല്ലാ കാലത്തും പുലർത്തിയിരുന്നത്. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത്, ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് ഇതേ വാദം ഇതേ ശക്തമായ രീതിയിൽ ഉന്നയിച്ച ശ്രീ AK ബാലനെ മന്ത്രിസഭയ്ക്ക് അകത്തിരുന്ന് എതിർത്ത ശ്രീ ബിനോയ് വിശ്വവും അതേ മന്ത്രിസഭയിലുണ്ടായിരുന്നു. ആ സർക്കാർ പോകുന്ന അവസാന കാലം വരെ ബിനോയ് വിശ്വം ഭരിച്ചിരുന്ന വനം വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടലാസ് പോലും ആ പദ്ധതിക്ക് അനുകൂലമായി നീങ്ങിയില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അന്ന് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന അനുമതി പോലും കോൺഗ്രസ് സർക്കാർ റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ നിലപാടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടോ ഇപ്പോൾ ഒരു മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു ജനങ്ങളുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നില്ല. നാം പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യപരമായി അത് പറയുന്നൊരു മുഖ്യമന്ത്രിയെയാണ്. അപ്പോൾ അദ്ദേഹം കേവലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെടുത്ത നിലപാട് പോലെ അദ്ദേഹം രാവിലെ വന്നൊരു നിലപാട് പ്രഖ്യാപിക്കുന്നു, വേണ്ടവർ അതിനോട് യോജിക്കുക, വേണ്ടാത്തവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം എന്ന രീതിയിലുള്ള ഒരു ഏകാധിപത്യ പ്രവണത ഈ സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് യോജിക്കുന്നതല്ല. അതുകൊണ്ടാണ് ശ്രീ VS അച്യുതാനന്ദൻ വളരെ കൃത്യമായി പറഞ്ഞത്, ഈ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ജനവിരുദ്ധമായ പദ്ധതികൾ വരില്ല എന്നൊരു എതിർശബ്ദം പുലർത്തേണ്ടി വന്നത്. ഞാൻ ഗെയിൽ പൈപ്പ്ലൈൻ്റെ കാര്യത്തിലേക്ക് വന്നാലും അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീ പിണറായി വിജയൻ അടങ്ങിയ സർവകക്ഷി സംഘം, അദ്ദേഹം കൂടി നേതൃത്വം നൽകുന്ന CPMൻ്റെ അംഗങ്ങൾ മുന്നിട്ടിറങ്ങിയ കാലത്ത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് സർവകക്ഷി സംഘം പ്രമേയം പാസ്സാക്കുകയും സർക്കാരിനെ പോയി കണ്ടതും. അന്നും ഇതേ പഠന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ നിലപാട് UDF സർക്കാരിൻ്റെ അവസാന കാലത്തും ഇതേ സർവകക്ഷി അംഗം ഡൽഹിയിൽ പോയി തീരുമാനങ്ങൾ എടുത്തതാണ്. അന്നെല്ലാമുള്ള നമ്മുടെ ജസ്റ്റിസ് തോമസ് ഉൾപ്പെട്ട KT തോമസ് ഉൾപ്പെട്ട ആ സംഘത്തിൻ്റെ പഠന റിപ്പോർട്ടുകളും റൂർക്കി IITയുടെ പഠന റിപ്പോർട്ടുകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് LDF എടുത്ത നിലപാടിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് മാറുന്നത്? ശരി, അതാണ് താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അജണ്ടകൾ നടപ്പാക്കുകയാണോ, അത് നടപ്പാക്കി തുടങ്ങിയോ? അങ്ങനെയാണ് ചില ആളുകളെങ്കിലും ആശങ്കപ്പെടുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. LDFൻ്റെ നയം നടപ്പാക്കലാണ് LDFൻ്റെ മുഖ്യമന്ത്രി. അത് LDFുമായി വേണ്ട ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ഏകോപിച്ചൊരു അഭിപ്രായം കൊണ്ടുവന്ന് നടപ്പാക്കും. ആ നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുക്കലാണ് മുഖ്യമന്ത്രിയുടെ ജോലി. അത് അദ്ദേഹം ചെയ്യും. അല്ലാതെ ഏകപക്ഷീയമായി തൻപ്രമാണിത്വത്തോടുകൂടി പാർട്ടി തീരുമാനങ്ങൾ നടപ്പാക്കുന്ന പോലെ ഒരു ഗവൺമെൻറ് നടപ്പാക്കുന്നുള്ള ആ കാഴ്ചപ്പാട് തെറ്റ്. ഞാൻ ഈ ചർച്ചയിൽ ശ്രീ ആനത്തലോട്ടം ആനന്ദനോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫോണിൽ CPMൻ്റെ ഇന്ന ലോക്കൽ കമ്മിറ്റിയിലെ ഇന്ന മെമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തയ്യാറായ ഒരുപാട് സഖാക്കളുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാവ് ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് പറയാൻ കഴിയില്ല. ഗെയിൽ പൈപ്പ്ലൈൻ്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ അവർ പങ്കുവെക്കുകയും അവരതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. സ്വന്തം പാർട്ടിയിലെ മെമ്പർമാരുടെ ആശങ്കയെങ്കിലും പരിഹരിക്കാൻ പാർട്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളം എങ്ങനെയാണോ UDF സർക്കാരിന് തൂത്തെറിഞ്ഞത് അതേപോലൊരു ജനവികാരം നിങ്ങളുടെ പാർട്ടിയും നേരിടും എന്ന് വളരെ വിനീതമായി താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അക്കാര്യത്തിൽ ശ്രീ ആനന്ദവട്ടം ആനന്ദൻ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായും എല്ലാ ആളുകളുമായും സംസാരിച്ച് ഒരു വിശാല അടിസ്ഥാനത്തിലുള്ള സമവായം ഇക്കാര്യത്തിൽ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് വിളിച്ചവരാരും പാർട്ടിക്കാരായിരിക്കണമെന്നില്ല. ഹരീഷിന് വേണ്ടപ്പെട്ട ഈ വിഷയത്തിൽ ഹരീഷിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവർ വിളിച്ചിട്ടുണ്ടാവാം. അവർ പാർട്ടിക്കാരായിരിക്കണമെന്നല്ല. പാർട്ടിക്കാരാണെങ്കിൽ അവർക്കുള്ള അഭിപ്രായം പാർട്ടിയിൽ പറയുമായിരുന്നു, ഇനിയും പറയും. നമ്മുടെ ചർച്ച എന്തായാലും ഇക്കാര്യത്തിലൊക്കെ വിശാല അടിസ്ഥാനത്തിലുള്ള ഒരു സമവായം ഉണ്ടാകട്ടെ, അത്തരത്തിലുള്ള തീരുമാനം വരട്ടെ, അതനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കാം, ആശിക്കാം. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ PK ഉസ്മാൻ, ശ്രീ PM സാദിഖ് അലി, ശ്രീ ഹരീഷ് വാസുദേവൻ ചർച്ചയിൽ പങ്കെടുത്തത്.